ഹലോ ഫ്രണ്ട്സ്, അകലെ ലേറ്റസ്റ്റ് റിവ്യൂ. ദീപക് വന്ന് അമ്പിയോട് ചോദിക്കുക, അമ്മ എന്തോ ഈ കാഴ്ച ബംഗ്ലാവിലെ കൂട്ടിലിട്ട പുലിയെപ്പോലെ ഇരിക്കുന്നത്. അതേടാ, ഞാനിപ്പോഴേ കൂട്ടിനകത്ത് അകപ്പെട്ട പുലി തന്നെ. എന്ത് ചെയ്യാനാ, വെളിയിലോട്ടെങ്ങാണെ ഇറങ്ങിയാലേ അവരുടെ മുന്നിലെങ്ങാനും ചെന്ന് പെട്ടാലോ. സത്യം പറയാലോ അമ്മേ, എനിക്കിപ്പോൾ വീട് കണ്ടിട്ടൊരു ശ്മശാന മൂകത പോലുണ്ട്. അത് നീ പറഞ്ഞത് ശരിയാ മോനെ, ഏതാണ്ടൊക്കെ ഒരു മരണ വീട് പോലെ ഒരു ശ്മശാന മൂകത തന്നെയാണ് ഇപ്പോൾ ഈ വീട്ടിൽ. അല്ലമ്മേ, ഞാൻ അറിയാൻ വയ്യാത്തതുകൊണ്ട് ചോദിക്കുക, എന്തിനാ അവരെ എല്ലാവരും ഇങ്ങനെ പേടിക്കുന്നത്? ഇടാ ദീപക്കേ, അവരെ ഏറ്റവും കൂടുതൽ പേടിക്കേണ്ടത് ഞാനാ. അതിൻ്റെ കാരണം എന്താണെന്ന് എൻ്റെ പൊന്നുമോൻ അറിയത്തില്ലയോ? ആ മുറിയിലിരിക്കുന്ന ആരാന്ന് നിനക്കറിയില്ലയോ? പത്മാവതിയുടെ അമ്മയാ. ആ പത്മാവതിയോടെ നീയും ഞാനും ചേർന്ന് ചെയ്തിട്ടുള്ള ക്രൂരതകളൊക്കെ ഇവരെങ്ങാണോ അറിഞ്ഞോന്നാ എൻ്റെ ഒരു പേടി. ദീപക്കുടനെ പറയുക, അതിനെ ഞാൻ കുറച്ചേ അവരെ ഉപദ്രവിച്ചിട്ടുള്ളൂ, കൂടുതൽ ഉപദ്രവിച്ചത് അമ്മയല്ലയോ? ദീപക് അങ്ങനെ പറഞ്ഞതും അമ്പികയ്ക്ക് ദേഷ്യം സഹിക്കാനായില്ല. അമ്പിക അങ്ങോട്ട് ചാടി എഴുന്നേറ്റിട്ട് പറയുക, അതേടാ, ഞാൻ തന്നെയാണ് അവളെ കൂടുതൽ ഉപദ്രവിച്ചത്. അതൊക്കെ പ്രതാപനെ അവളിൽ നിന്ന് അകറ്റിയത് എനിക്ക് മാത്രം സ്വന്തമായിട്ടെല്ലാം നേടാനല്ല, എൻ്റെ മകനായ നിനക്ക് കിട്ടട്ടെ എന്ന് കരുതിയ. എൻ്റെ അമ്മ എന്തിനാ ഇങ്ങനെ അതിന് ടെൻഷനാകുന്നത്? ഞാനതിന് അമ്മ തള്ളിപ്പറഞ്ഞതൊന്നും ഇല്ലല്ലോ. എടാ ദീപക്കേ, നീ എന്നെ തള്ളിപ്പറയുമെന്ന് എനിക്ക് എപ്പോഴെങ്കിലും തോന്നിയാൽ കൊന്നുകളയും നിന്നെ ഞാൻ. മകനാണെന്നുള്ള യാതൊരു ദയയും ഞാൻ നിന്നോട് കാട്ടത്തില്ല. അറിയാമല്ലോ നിനക്ക് ഈ അംബികയെ ശരിക്കും. അംബികയുടെ ആ ഭാവമാറ്റം കണ്ട് ദീപക് അങ്ങ് ഞെട്ടിപ്പോയി. അവനറിയാം ഒരു ദയയും അമ്മ കാണിക്കത്തില്ലെന്ന്. അമ്മ ഒരു പുഷ്പം പറിക്കുന്ന പോലെയുള്ള അവരുടെ ജീവൻ എടുക്കുന്നതെന്ന് ദീപക്കിന് നല്ലതുപോലെ അറിയാം. എൻ്റെ അമ്മയെ ഞാൻ അങ്ങനെ വല്ലതും ചെയ്യുമോ? ഈ നടക്കാൻ സാധ്യതയില്ലാത്ത കാര്യത്തെ ചൊല്ലി എന്തിനാ അമ്മ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? ഇനി എൻ്റെ അമ്മയോട് ഞാനൊരു സംശയം ചോദിച്ചോട്ടെ. ഇവർ വന്ന് കയറിയപ്പോൾ മുതലുള്ള എൻ്റെ ഒരു ഡൗട്ടാ, പത്മാവതി അമ്മയുടെ അറിവോടുകൂടിയാണോ ഈ സ്ത്രീ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്? അക്കാര്യത്തിൽ എനിക്കും സംശയമുണ്ടടാ ദീപക്കെ. അവൾ നമ്മുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് നേരെ കൽക്കട്ടയിലോട്ട് പോയതായിരിക്കും. ഈ തമ്പുരാട്ടി കൽക്കട്ടയിലായിരുന്നല്ലോ. ഇനി അവൾ അവിടെ ചെന്ന് ഇവരെ ഇളക്കി വിട്ടതാണെങ്കിലോ? പറഞ്ഞു വരുമ്പോൾ ഇതിനൊക്കെ ഒരു സാധ്യതയുണ്ടമ്മേ. എടാ, പത്മാവതിയുടെ അമ്മയല്ലേ ഇവര്. അവൾ ചെന്ന് കരഞ്ഞു പറഞ്ഞപ്പോൾ അവരുടെ പഴയ വൈരാഗ്യമൊക്കെ അങ്ങ് പോയി കാണും. അപ്പോൾ ഈ സരസ്വതി തമ്പുരാട്ടി വന്നിരിക്കുന്നത് നമ്മളോട് നേരിട്ട് പകപോക്കാനാണോ അമ്മേ? ഇങ്ങനെ ചിന്തിച്ചാൽ അങ്ങനെയൊക്കെ ആകാനാണ് സാധ്യത. അയ്യോ, ഇങ്ങനെയൊക്കെ വരുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ആ പത്മാവതി അമ്മായി അപ്പോഴേ അങ്ങ് കൊന്നാ മതിയായിരുന്നു, ഇല്ലേ അമ്മേ? എടാ, അതിനെ ഇനിയും പല കാര്യങ്ങൾക്കും അവിടെ സിഗ്നേച്ചർ നമുക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ അവളെ ഞാൻ കൊല്ലാതിരുന്നത്. അവൾ നമ്മുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടതാ നമുക്കിപ്പോൾ ആപത്തായി മാറിയിരിക്കുന്നത്. അമ്മേ, അവർ ചിലപ്പോൾ ഇപ്പോൾ കൽക്കട്ടയിലായിരിക്കുമോ? ഇവർ കൽക്കട്ടയിൽ നിന്ന് ഇങ്ങോട്ട് പോകുന്ന സ്ഥിതിക്ക് അവളും പിന്നാലെ ഇവരോടൊപ്പം പോന്നിരിക്കുമെങ്കിലോ? പത്മാവതി കേരളത്തിൽ എവിടെയുണ്ടെങ്കിലും നമുക്ക് പൊക്കാമേ, പൊക്കണോടാ ദീപക്കെ. അവിടെ കയ്യും കാലും തല്ലി ഒടിച്ച് അവളെ നമ്മുടെ കസ്റ്റഡിയിൽ തന്നെ വെക്കണം. അവിടെ കയ്യിൽ നിന്ന് നമുക്ക് വേണ്ട എല്ലാ ഒപ്പുകളും വാങ്ങിയിട്ട് അവളെ അങ്ങ് കാലപുരിക്ക് അയച്ചേക്കാം. എന്നാൽ അമ്മ നോക്കിക്കോ, ഇന്നു മുതൽ എൻ്റെ അന്വേഷണം പത്മാവതിയിലോട്ട് തന്നെ. മുണ്ടയ്ക്കൽ കൊച്ചമ്മണി രാവിലെ കുത്തിയിരുന്ന് മൊബൈലിൽ നോക്കി പൊട്ടിച്ചിരിക്കുവാണ്. ഈ തള്ള എന്തിനാ ഇങ്ങനെ കിടന്ന് ചിരിക്കുന്ന? ദൈവമേ, വട്ടിനി മൂത്തോ എന്നും പറഞ്ഞ് പ്രിയ ഓടി വന്ന് നോക്കുക. എന്താമേ, ഗുളിക വല്ലതും മേടിക്കണോ? എടി, ഈ ടോമിൻ്റെയും കറിയുടെയും കാര്യമൊന്നും പറയണ്ട. ആഹാ, കാർട്ടൂൺ കാണുമായിരുന്നോ? എൻ്റെ തള്ളേ, ഇത് ടോമൻ കറിയൊന്നുമല്ല, ടോം ആൻഡ് ജെറി. എനിക്കറിയാവടി, നീ എന്നെ പഠിപ്പിക്കാനൊന്നും വരണ്ട. ഞാനേ വിശാഖപട്ടണത്തിലെ പാണ്ഡിവേലു കൗണ്ടറിൻ്റെ വീട്ടിൽ നിൽക്കുമ്പോൾ ദിവസവും ഞാനവിടെ ടോമാൻഡ് കറി കാണുമായിരുന്നു എന്നും പറഞ്ഞ് മൊബൈലും കൊണ്ട് കൊച്ചമ്മണി അകത്തോട്ടം കയറുവാണ്. കൊച്ചമ്മണിയുടെ പൊട്ടിച്ചിരിയും ബഹളമൊക്കെ കേട്ട് എന്താണെന്നറിയാനായിട്ട് നമ്മുടെ വേണുവേട്ടൻ വന്നിട്ട് പ്രിയോട് ചോദിക്കുന്നു, എടി എന്തായിരുന്നടി ഇവിടെ ഒരു ബഹളം? അയ്യോ എൻ്റെ അച്ഛ, അമ്മയെ മൊബൈലിൽ കാർട്ടൂൺ കാണുമായിരുന്നു, ടോം ആൻഡ് ജെറി. എൻ്റെ പ്രിയെ, ഇവർ ഈ പ്രായത്തിൽ ഇതൊക്കെയാണോ കാണുന്നത്? വല്ല കഷായവും കുടിച്ച് രാമനാമവും ജപിച്ച് ഈ ചാകാൻ കിടക്കുന്ന പ്രായത്തിലൊരു ടോം ആൻഡ് ജെറി. ഈ ഊട്ടിയിലും കൊടൈക്കനാലിലും ഒക്കെ ടൂറ് വരുന്ന മദാമ്മമാരെ പോലെ അല്ലയോ അവരുടെ ഒരു വേഷവും അവരുടെ ഒരു ലൈഫും? വല്ലതും അറിയണോ? നല്ലതുപോലെ എണ്ണയൊക്കെ തേച്ച് കുളിച്ച് 3 നേരവും സുഖ ഭക്ഷണവും കഴിച്ച് നല്ലൊരു ഉറക്കം. ഇവരുടെയൊക്കെ ഒരു യോഗം നോക്കിക്കേ. യാതൊരു തൊഴിലും ചെയ്യാതെ ഓസിന് ജീവിക്കണമെങ്കിൽ ഇങ്ങനെ വേണം. പ്രിയ ഇതെല്ലാം കേട്ടിങ്ങനെ നാണിച്ച് കുനിഞ്ഞു നിൽക്കുവാണ്. അയ്യോ, എൻ്റെ പൊന്നുമോക്ക് അമ്മായിയമ്മയെക്കുറിച്ച് പറഞ്ഞത് പിടിച്ചില്ലായിരിക്കും. എത്രയൊക്കെ ആയാലും എൻ്റെ ജയേട്ടൻ്റെ അമ്മയല്ലേ അച്ഛാ. അയ്യോ സോറി മോളെ, പറഞ്ഞത് ഞാനിങ്ങ് തിരിച്ചെടുത്ത്. അമ്മായിയമ്മയെ പറഞ്ഞത് നിനക്കപ്പം പിടിച്ചില്ല. നിന്നെ ജനിപ്പിച്ച അച്ഛനും അമ്മയ്ക്കും വേണ്ടുവോളം പണി തരാൻ നിനക്കൊരു കുഴപ്പവും ഇല്ലല്ലോ. അല്ല, നിന്റെ ഹസ്ബൻഡിനെ കണ്ടില്ലല്ലോ, നിന്റെ ആര്യപുത്രൻ ജയൻ. കുതിരപ്പന്തയത്തിനോ മറ്റോ പോയിരിക്കുവാണോ? അല്ലച്ചാ, അമ്മ പറഞ്ഞിട്ട് എന്തോ മേടിക്കാൻ പോയിരിക്കുക.
അപ്പോൾ നമ്മുടെ രാജു അങ്ങോട്ട് വരുവാണ്. വേണുവേട്ടൻ ചോദിക്കുന്നു, എന്താ മോനെ ഇത്രയും താമസിച്ചത്? അതൊക്കെ പറയാച്ച. ചേച്ചി എനിക്ക് കുടിക്കാൻ അല്പം വെള്ളം കൊണ്ടുത്താ. അച്ഛൻ അറിയാവോ ഒരു സരസ്വതി തമ്പുരാട്ടിയെ? എടാ, എനിക്കൊരു സരസ്വതി തമ്പുരാട്ടിയെ അറിയത്തുള്ളൂ, അതങ്ങ് സൂര്യമംഗലം കൊട്ടാരത്തിലെ. അയ്യോ അച്ഛ, ആ തമ്പുരാട്ടിയെ കുറിച്ച് തന്നെ ഞാൻ ചോദിക്കുന്നത്. വർമ്മ സാറിന്റെ മദറില്ലോ, ഹൃദയ മേഡത്തിന്റെ മുത്തശ്ശി. ഇനി നീ ഒന്നും പറയണ്ട, ബാക്കിയൊക്കെ ഞാൻ പറയാം. പത്മാവതി മേഡത്തിന്റെ അമ്മ. അവരിപ്പോൾ ഇവിടെ ഇല്ലല്ലോ മോനെ, അങ്ങ് കൽക്കട്ടയിലാണ്. അയ്യോ അച്ഛ, കൽക്കട്ടയിൽ നിന്ന് തമ്പുരാട്ടി വന്ന് ഇപ്പോൾ വർമ്മ സാറിന്റെ വീട്ടിലുണ്ട്. നീ പറയുന്നത് നേരാണോടാ? ഇത് അതിശയമായിരിക്കുന്നല്ലോ. അവരൊരിക്കലും തിരിച്ചു വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതല്ല. ഇനി സൂര്യമംഗലം കൊട്ടാരത്തിലോട്ട് തമ്പുരാട്ടി തിരിച്ചു വന്നാലും പ്രതാവർമ്മ സാറിൻ്റെ വീട്ടിലോട്ട് വരുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. എനിക്കിത് കേട്ടപ്പോൾ വലിയ സന്തോഷമായി മോനെ. ഇനി വർമ്മ സാറിൻ്റെ വീട്ടിൽ ചിലതൊക്കെ നടക്കും. ഇനി അവിടെ പലരുടെയും മുഖംമൂടികൾ പൊളിയും. മോനെ, നീ വളരെ സ്നേഹത്തോടെയും ബഹുമാനത്തോടും കൂടി വേണം തമ്പുരാട്ടിയോട് പെരുമാറാൻ. ആ തമ്പുരാട്ടി പൊന്നാണ് മോനെ, പത്രമാറ്റി തങ്കം. ഞാൻ സ്നേഹത്തോടെ മോൻ പെരുമാറണമെന്ന് പറഞ്ഞത് വേറെ ചില കാര്യങ്ങൾ കൊണ്ടാണ്. അതൊക്കെ ഞാൻ മോനോട് പുറകെ പറയാം. പ്രിയ കുടിക്കാൻ വെള്ളം രാജുവിന് കൊടുക്കുമ്പോൾ രാജു ചോദിക്കുന്നു, അമ്മ എവിടെ പോയി ചേച്ചി? പുറത്ത് എന്തോ മേടിക്കാൻ പോയതാണെന്ന് തോന്നുന്നു. എന്നോടൊന്നും പറഞ്ഞില്ല. വേണുവേട്ടൻ പറഞ്ഞു. എന്നോടും ഒന്നും പറഞ്ഞില്ലല്ലോ. വീട്ടിൽ എന്തെങ്കിലും ആവശ്യ സാധനങ്ങൾ വേണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ പോരെ, ഞാൻ വാങ്ങിച്ചുകൊണ്ട് വരില്ലേ? അമ്മയെ എന്തിനാ പുറത്ത് വിട്ടത്? വേണുവേട്ടൻ പറയുന്നു, ചേടാ ഇപ്പോൾ സന്ധ്യ കഴിഞ്ഞല്ലോ, ഇനിയിപ്പോൾ എവിടെ പോയി അന്വേഷിക്കും എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ നമ്മുടെ രാധമ്മ അങ്ങോട്ട് വരുന്നുണ്ട്. ഈശ്വര, ശ്രീലക്ഷ്മിയുടെ അടുത്ത് പോയതാന്ന് ഇവരോട് പറയാൻ പറ്റുന്നില്ലല്ലോ. ആകെ ഒരു പരിങ്ങലോടെയാണ് രാധമ്മ വരുന്നത്. നീ ഇത് എവിടെ പോയതാ രാധേ? അത് ഞാൻ ഈ കട വരെ ഒന്ന് പോയതാ വേണുവേട്ടാ. എന്തെങ്കിലും വേണമെങ്കിൽ നീ എന്നോട് പറഞ്ഞെങ്കിൽ ഞാൻ പോയി മേടിച്ചോണ്ട് വരില്ലായിരുന്നോ? ശ്രീലക്ഷ്മിയും ഹരീഷിനെയും കാണാൻ പോയത് ഇവരോട് എന്തായാലും ഇപ്പോൾ പറയണ്ട. കൊച്ചമ്മണി അങ്ങോട്ട് വന്നിട്ട് ചോദിക്കുന്നു, അല്ല രാധമ്മ എത്തിയോ? എന്ത് മര്യാദകേടായി കാണിച്ചത്? ഇവരെന്തുവാ പറഞ്ഞു വരുന്നതെന്ന് മനസ്സിലാകാതെ എല്ലാവരും ഇങ്ങനെ അന്തം വിട്ട് നോക്കി നിൽക്കുക. എന്നെപ്പോലൊരു മഹത് വ്യക്തിയെ ഇവിടെ ഇരുത്തിയിട്ട് ചുറ്റാൻ പോയിരിക്കുന്നോ? ഈ രാധമ്മ ഇത്രയും നേരം എവിടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുമായിരുന്നു? ഇതെന്തുവാ ഇവർ പറയുന്നത്? അന്തം വിട്ട് രാധമ്മ ഇങ്ങനെ വേണുവേട്ടനെ നോക്കുവാണ്. എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ട്. കൊച്ചമ്മണി ചോദിക്കുക, എന്തൊക്കെയാണ് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്? ഞാൻ നിങ്ങളുടെ കളിപ്പിള്ളയാണെന്ന് വിചാരിച്ചോ? എന്നെപ്പോലെയുള്ള ഒരു സ്ത്രീക്ക് ഇവിടെ വന്നിങ്ങനെ ചടഞ്ഞുകൂടിയിരിക്കേണ്ട ഒരു കാര്യവും ഇല്ല. എന്താ ഞാനിവിടെ ഓസിത്തുനിന്ന് ജീവിക്കുവാണെന്ന് നിങ്ങൾ വിചാരിച്ചോ? വേണുവേട്ടൻ രാധമ്മയുടെ ചെവിയിലോട്ട് പറയാം. അവരെന്താ ചെയ്യുന്നതെന്ന് അവർ തന്നെ പറഞ്ഞു കഴിഞ്ഞു. ഇവരാണടി രാധെ അടുപ്പിലൂതുന്നവൻ്റെ പെടലിക്കൂതുന്നത്. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട, സമയാസമയങ്ങളിൽ എനിക്ക് ഫുഡ് വേണം, ഫ്രൂട്ട്സ് വേണം, സ്നാക്സ് വേണം. അതൊക്കെ എനിക്കിവിടെ തരാനുള്ളത് ആരാണ് എന്ന് ചോദിക്കുമ്പോൾ രാധമ്മ പറയുക, അതൊക്കെ തരാനല്ലേ അമ്മയുടെ മരുമകൾ ഇവിടെ ഉള്ളത്. പിന്നെ മരുമോൾ അവളിങ്ങനെ നഞ്ചു തിന്ന കോഴിയെപ്പോലെ മാഞ്ചി മാഞ്ചി നടക്കുമല്ലേ. കടുക് എവിടെ നിന്ന് ഇവളോടങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ കുടക് മൈസൂരിലാണെന്ന് പറയുന്നവളാ ഇവള്. നിങ്ങൾ ഇവക്കിട്ട പേരുണ്ടല്ലോ പ്രിയ, അതങ്ങ് മാറ്റണം. ഞാൻ ഇവക്കൊരു പേരിടാൻ പോവാ, പ്രേമ പിഷുകി. പ്രിയയ്ക്ക് നാണക്കേടും ദേഷ്യം വന്നിട്ട് പറയുന്നത്, ദാണ്ട തള്ളേ, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. വേണുവേട്ടൻ അത് കേട്ടിട്ട് പറയാം, എൻ്റെ പ്രിയെ, നിന്റെ ജാതകത്തിലൊന്ന് പറഞ്ഞിട്ടുണ്ട് നീ ഒരു ചീങ്കണ്ണിയെ തല്ലിക്കൊല്ലുമെന്ന്. രാജു ഇതൊക്കെ കേട്ടിട്ട് ദേഷ്യം വന്നിട്ട് രാജുവിന് സഹിക്കാൻ വയ്യ. രാജു പറയാം, ഇങ്ങനെ ഒരു സ്വസ്ഥതയില്ലാത്ത വീട് ഇതിനേക്കാൾ എത്രയോ ഭേദമാണ് ആ മീൻചന്ത. ഇവിടെ എന്തൊക്കെ നടന്നാലും എനിക്ക് യാതൊരു പ്രശ്നമില്ല എന്ന പോലെ കൊച്ചമ്മണി പറയുക, എനിക്ക് ഡിന്നർ കഴിക്കാൻ സമയമായി. എന്താണ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്? വേണുവേട്ടൻ പറയാം, നോക്കി നിൽക്കാതെ വിളമ്പി കൊടുക്കടി. അച്ചാത് ജയേട്ടൻ കൂടെ ഒന്ന് വന്നോട്ടെ. അപ്പോൾ ജയൻ അങ്ങോട്ട് വരുന്നുണ്ട്. ദാണ്ട വരുന്ന കൊച്ചമ്മണിയുടെ ആ എരുമ സന്താനം. ദൈവം എനിക്കായിട്ട് തന്ന സൽഗുണസമ്പന്നനായ മരുമോൻ എനിക്കിട്ട് താങ്ങിയതാണെന്ന് എനിക്ക് മനസ്സിലായച്ച. എൻ്റെ പൊന്നു മരുമോനെ, ബഹനെപ്പോലെ എന്തിനേയും വിഴുങ്ങാൻ നിൽക്കുന്ന നിന്നോട് മല്ലിടാൻ എനിക്കിപ്പോൾ ത്രാണിയില്ല. കൊച്ചമ്മണി ജയനോട് ചോദിക്കുന്നു, അല്ല നീ എന്തോടാ വാങ്ങിച്ചോണ്ട് വന്നത്? കോഴി പൊരിച്ചതാണോ അതോ ആടിനെ ഒലത്തിയതാണോ? എൻ്റെ അമ്മയെ, കോഴിക്കും താറാവിനും ഒക്കെ വംശനാശം സംഭവിച്ചു. ഇപ്പോൾ കുറച്ച് ഉണക്കമീൻ കിട്ടിയിട്ടുണ്ട്. എന്നാ പ്രിയ, ഇതവർക്കും കൊണ്ട് വറുത്ത് കൊടുക്കടി. വേണുവേട്ടൻ ഇത് കണ്ടിട്ട് ദേഷ്യം വരുക. എടാ, ഇത് രാമായണ മാസമാണ്, പുണ്യമാസം. ഈ വീട്ടിൽ ഇങ്ങനെയുള്ള ഈ വാതി പരിപാടികളൊന്നും നടക്കത്തില്ല. പിന്നെ രാമായണവും പുണ്യമാസം. എനിക്കിതിൻ്റെ മണമൊന്നും ഇല്ലാതെ ഊണ് കഴിക്കാൻ പറ്റത്തില്ലെന്ന് നിങ്ങൾക്കറിയാമല്ലോ. എന്തോ മീനടാ വാങ്ങിക്കൊണ്ട് വന്നത്? മാന്തലാണോ അയിലയാണോ? അതാണ്ടമ്മ ചാളയോ? എന്തെങ്കിലും ആകട്ടെ. എടി പ്രിയേ, ഇത് കൊണ്ട് വറുത്തോണ്ട് പാടി എനിക്ക് ചോറ് തിന്നെ. വേണുവേട്ടൻ രാധമ്മയോട് പറയുക, എടി നല്ല വെള്ള ഷർട്ടും മുണ്ടും ഒക്കെ ഉടുത്തിട്ട് പൊടി നിറഞ്ഞ റോഡിൽ കൂടെ നമ്മളിങ്ങനെ സ്കൂട്ടറിൽ സഞ്ചരിച്ചാൽ എന്താകും? നമ്മുടെ ഡ്രസ്സെ പൊടി പറ്റും. നമ്മുടെ ജീവിതവും ഒരു കരിപുരണ്ട ജീവിതമായി മാറുക. അങ്ങനെ നമ്മുടെ ജീവിതം വരാതിരിക്കണമെങ്കിലേ
ആ കിഴവിയെ എടുത്ത് കിണറ്റിലിടണം. പ്രതാപവർമ്മ ഇങ്ങനെ സെറ്റിയിൽ അവിടെ ഇരിക്കുവാണ്. ഹൃതിയ വരുമ്പോൾ ഹൃതിയോട് കുറേ കാര്യങ്ങൾ പറയണം. അങ്ങനെ ഹൃതിയയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുവാണ്. ആ സമയത്ത് ഹൃതിയ അങ്ങോട്ട് വരുന്നുണ്ട്. അച്ഛനെ കണ്ടുകൊണ്ട് തിരികെ അങ്ങ് പോവുകയാണ്. പ്രതാപൻ അത് കണ്ട് നിൽക്കവിടെ, ഇങ്ങോട്ട് വന്നേ എന്നും പറഞ്ഞ് വിളിക്കുന്നുണ്ട് ഹൃതിയെ. ഞാൻ നിന്നെ കാണാൻ വേണ്ടി തന്നെയാണ് ഇവിടെ ഇരുന്നത്. എനിക്ക് നിന്നോടെ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട്. പറയാനുള്ളത് നിൻ്റെ അമ്മാമ്മയെക്കുറിച്ചാണ്. അതായത് നിൻ്റെ അമ്മയായി പോയവളുടെ അമ്മയെക്കുറിച്ച്. ഞാൻ ഭാര്യയായി പിരിഞ്ഞെങ്കിലും എൻ്റെ മദറിലുമായിട്ട് യാതൊരു തർക്കവും എനിക്കില്ല. ഇനി അഭിപ്രായ വ്യത്യാസമോ തർക്കമോ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരം ഇപ്പോഴെനിക്ക് തരാൻ സാധ്യവുമല്ല. സാർ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത്? അത് പറയാൻ തുടങ്ങിയതല്ലേ ഉള്ളൂ, പറയട്ടെ. അമ്മ പൊതുവേ അല്പം പരുക്ക സ്വഭാവമാണ്, വളരെ സ്ട്രിക്റ്റും. ആ സ്വഭാവമൊക്കെ വെച്ച് നിന്നോട് എന്തെങ്കിലും പെരുമാറിയാൽ നീ അമ്മയോട് തറുതലയൊന്നും പറയാൻ നിൽക്കരുത്. അമ്മമ്മ അത്രയ്ക്ക് സ്ട്രിക്റ്റാണോ? അതെ, സ്ട്രിക്റ്റ് തന്നെയാണ്. വളരെ കർക്കശ സ്വഭാവക്കാരി തന്നെ. അപ്പോൾ അമ്മാമ്മയും സാറും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല അല്ലേ? പബ്ലിക്കിൻ്റെ മുന്നിലൊക്കെ സാറ് ചിരിച്ച് കാണിക്കുന്നെങ്കിലും എൻ്റെ മുന്നിൽ സാറ് വലിയ ഗൗരവക്കാരന്. പബ്ലിക്കിൻ്റെ മുന്നിൽ ചിരിച്ചില്ലെങ്കിൽ ചിലപ്പോൾ വോട്ട് കിട്ടില്ലല്ലോ. വോട്ട് കിട്ടാതെ മന്ത്രിയാകാൻ പറ്റുമോ? എനിക്കും ഒരു വോട്ടൊക്കെ ഉണ്ട്, അതും സാറിനുള്ളതാ. മതി എന്നെ നീ കളിയാക്കിയതൊക്കെ. ഇത് പറയാൻ തന്നെ നിന്നെ ഞാനിവിടെ പിടിച്ചു നിർത്തിയത്. തർക്കുത്തരം പറയരുതെന്ന് ഉപദേശിക്കാൻ. എങ്ങനെ ഉപദേശിക്കാൻ തുടങ്ങിയപ്പോഴേ തർക്കുത്തരം പറഞ്ഞു തുടങ്ങി. അമ്മ ചിലപ്പോൾ ദേഷിച്ച് എന്തെങ്കിലുമൊക്കെ സംസാരിച്ചെന്നിരിക്കും. അന്നേരമേ ഇതുപോലൊന്നും തർക്കുത്തരം പറയാൻ നിൽക്കരുത്. ഞാനിതിപ്പോൾ നിന്നോട് പ്രത്യേകം പറയാൻ കാരണം കുറച്ച് മുമ്പ് നീ അമ്മയോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടു. ആ ധിക്കാരമൊന്നും ഇനി അവരുടെ മുന്നിൽ വേണ്ട. ഡു യു അണ്ടർസ്റ്റാൻഡ്? യെസ് സാർ. എന്താ നീ വിളിച്ചത്? സാറേന്ന്. എന്നാൽ ഇനി ആ വിളി വേണ്ട. പരിഹാസമൊക്കെ ആയിക്കോ. അതെ, എന്നെ ഒറ്റയ്ക്ക് കിട്ടുമ്പോൾ മതി. അപ്പോഴത് ഞാൻ സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്തോളാം. പക്ഷേ ഇനി മറ്റുള്ളവരുടെ മുമ്പിൽ അത് വേണ്ട. ഞാൻ പറയുന്ന മനസ്സിലാകുന്നുണ്ടോ? ഉണ്ടച്ചാ, അച്ഛനെന്ന ഉച്ചാരണത്തിന് പോലും ഒരു ഉറപ്പുണ്ട്. അത് മറക്കാതെ മനസ്സിൽ സൂക്ഷിക്കുന്നത് നിനക്കെന്ന് മാത്രമല്ല ഏത് മക്കൾക്കും നല്ലതാണ്. ഹൃതിക പതുക്കെ പറയുക, എൻ്റെ അച്ഛൻ എന്നെ ഒന്ന് സ്നേഹിച്ചാൽ മാത്രം മതി. എൻ്റെ അച്ഛന് വേണ്ടി ഞാൻ മരിക്കും. നീ എന്താ പറഞ്ഞത്? ഞാനൊന്നും പറഞ്ഞില്ലച്ചാ. അച്ഛനും മകളും തമ്മിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അത് മറ്റുള്ളവരുടെ മുന്നിൽ കാണിക്കരുത്. ഒരിക്കൽ കൂടി ഞാൻ നിന്നോട് പറയുക, അമ്മയോട് വളരെ റെസ്പെക്റ്റോടെ നീ സംസാരിക്കുള്ളൂ. കാരണം അവരുടെ ഉള്ളിലെ വെളിച്ചം ഇനി എന്താണെന്ന് നീ കാണാൻ പോകുന്നതേ ഉള്ളൂ. യാമിനി ഡൈനിങ് ടേബിളിൽ ഫുഡൊക്കെ നിരത്തുവാണ്. ഹൃതിക വലിയ സന്തോഷത്തോടെ ഓടിച്ചെന്ന് ഹെൽപ്പ് ചെയ്യുവാണ്. ഇതെന്താ പതിവില്ലാതൊരു സഹായമൊക്കെ? മോള് വലിയ സന്തോഷത്തിലാണല്ലോ. അത് ചെറിയമ്മ അച്ഛൻ്റെ വകയൊരു ഉപദേശം. അതാ എനിക്ക് ഇത്രയും സന്തോഷം. ശേഖറും അംബികയും ദീപക്കും എല്ലാം ഭക്ഷണം കഴിക്കാൻ ഡൈനിങ് ടേബിളിൽ എടുത്തിട്ട് വന്നു കഴിഞ്ഞു. ദാണ്ട പ്രതാപനും വന്നു. പ്രതാപൻ ചോദിക്കുന്നു, അമ്മയെ വിളിച്ചില്ലേ? അമ്മയെ വിളിച്ചിട്ടുണ്ട്, അമ്മ ഇപ്പോൾ വരും. അപ്പോൾ അവിടേക്ക് തമ്പുരാട്ടിയും ഭദ്രയും കൂടെ വരുന്നുണ്ട്. പ്രതാപൻ വളരെ റെസ്പെക്റ്റഡ്, വന്നാട്ടമ്മ ഇരിക്ക് എന്നൊക്കെ പറയുന്നുണ്ട്. ഭദ്ര പറയുക, ഇതെല്ലാം യാമിനി മാഡം ഉണ്ടാക്കിയ ഫുഡ് തന്നെയല്ലയോ? അതെ. എന്നാൽ ഞാനതൊന്നും ടേസ്റ്റ് ചെയ്ത് നോക്കുന്നില്ല. എന്നാൽ ഇനി തമ്പുരാട്ടിക്ക് ആഹാരം കൊടുത്തോളൂ. അപ്പോൾ തന്നെ യാമിനി തമ്പുരാട്ടിക്ക് ഫുഡൊക്കെ ഇങ്ങനെ വിളമ്പുന്നുണ്ട്. ഹൃതിക പെട്ടെന്ന് സന്തോഷത്തോടെ പ്രതാപന് ഫുഡൊക്കെ അങ്ങോട്ട് വിളമ്പുന്നുണ്ട്. അംബികയും ദീപക്കും ഇങ്ങനെ അന്തം വിട്ട് നോക്കുക. ഇതെപ്പോഴാടാ ഈ സംഭവമൊക്കെ ഉണ്ടായത്? രണ്ടുപേരും കീരിയും പാമ്പും പോലെ ആയിരുന്നല്ലോ. അച്ഛാ, ഇത് അച്ഛന് വളരെ ഇഷ്ടപ്പെട്ട കറിയാ എന്നും പറഞ്ഞ സന്തോഷത്തോടെ ഹൃതിക പ്രതാപന് വിളമ്പുന്നുണ്ട്. പക്ഷേ സരസ്വതി തമ്പുരാട്ടിക്ക് ഹൃതിക ഒന്നും തന്നെ വിളമ്പി കൊടുക്കുന്നില്ല. എല്ലാം പ്രതാപന് മാത്രമാണ് കൊടുക്കുന്നത്. ഇത് തമ്പുരാട്ടി വാച്ച് ചെയ്യുന്നുണ്ട്. അമ്മയ്ക്ക് എന്തൊക്കെയാണോ ഇഷ്ടമുള്ളതെന്ന് നോക്കി വേണം യാമിനി നീ ശ്രദ്ധിക്കേണ്ടത് എന്ന് പ്രതാപൻ പറയുമ്പോൾ ഭദ്ര പറയുന്നുണ്ട്, അതൊക്കെ ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട്, അതുപോലെയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഹൃതിക പറയുക, അച്ഛന് വേണ്ട ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ ഇതൊക്കെ, അതൊക്കെ ഞാൻ അച്ഛന് കൊടുക്കുന്നത് എന്നിങ്ങനെ പറയുമ്പോൾ വീണ്ടും സരസ്വതിബായി തമ്പുരാട്ടിക്ക് ഒരു ഇൻസൾട്ട് ചെയ്യുന്ന ഫീലിംഗ് തോന്നുന്നുണ്ട്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് തമ്പുരാട്ടി ഭദ്രയോട് പറയുന്നു, ആ കുട്ടിയെ വിളിച്ച് മുകളിലോട്ടൊന്ന് കൊണ്ടുവരാൻ എന്ന് പറഞ്ഞിട്ട് തമ്പുരാട്ടി മുകളിലോട്ട് കയറി പോവുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഭദ്ര ഇനി ഹൃതികയും കണ്ട് മുകളിലോട്ട് കയറി ചെല്ലുമ്പോൾ എന്തൊക്കെയാണ് അവിടെ സംഭവിക്കാൻ പോകുന്നത്, തമ്പുരാട്ടി എന്ത് പറയുന്നു എന്നുള്ളതൊക്കെ കാണാനുള്ള റിവ്യൂമായി നമുക്ക് നാളെ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.